Hello, my dear children. Welcome to Easy Maths Institute. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.1ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ ടഫാന്നൊക്കെ തോന്നും, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ 6n ക്യാൻ എൻഡ് വിത്ത് ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് നമ്മുടെ 6 ഉണ്ടല്ലോ, ഈ സിക്സിന് ഏതൊരു റൈസ്ഡ് പവർ കൊടുത്തു, അതായത് 6^1 6^2 6^3 ഏത് നമ്പർ എന്നിന് പകരം നമ്മൾ കൊടുത്താലും അതിൻ്റെ ആൻസർ 0യിൽ അവസാനിക്കുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്തു നോക്കാം. 6^n പകരം നമ്മൾ എന്താ കൊടുക്കുന്നത് അറിയോ? 1 കൊടുത്തു, എന്നിന് പകരം 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ 6^1 എത്രയാണ്? 6. എന്നിന് പകരം 2 കൊടുത്തു. 6^2 എന്ന് പറയുന്നത് 36. എന്നിന് പകരം 3 കൊടുത്തു. 6^3 എന്ന് പറയുന്നത് 216 ആണ്. അങ്ങനെ ഏത് പവർ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. അപ്പോൾ ആൻസർ എന്താണ് നമുക്ക് പറയാം, 0യിൽ അവസാനിക്കില്ല. 6^2 ഏത് പവർ കൊടുത്താലും 0യിൽ അവസാനിക്കില്ല. പക്ഷെ നമുക്കത് മാത്തമാറ്റിക്കലി പറയാം. മാത്തമാറ്റിക്കലി എങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഒരു നമ്പർ ൻ്റെ ആൻസർ, അതായത് നമ്മളൊരു റൈസ്ഡ് പവർ കൊടുക്കുമ്പോൾ അത് 0യിൽ അവസാനിക്കണമെങ്കിൽ ഏത് തരം നമ്പർ ആയിരിക്കണമെന്ന് അറിയോ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 10ന് നമ്മൾ ഏത് പവർ കൊടുത്താലും എന്താണ്, അത് 0യിൽ അവസാനിക്കും. 10^2 100, 10³ ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, അല്ലെങ്കിൽ 20 എടുക്കുക, 20² ഈസ് ഈക്വൽ ടു 400. അല്ല ഏത് നമ്പർ എടുത്താലോ കേട്ടോ, 20³ എടുത്താലോ അല്ല 30² എടുത്താലോ ഏതിൽ അവസാനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 0യിൽ അവസാനിക്കും. അപ്പോൾ ഈ 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നമ്മൾ 10നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. ഓക്കെ, 10നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 10 ഈക്വൽ ടു ഏതായാലും നമ്പർ എടുക്കുക, 2 എടുക്കുക അല്ലേ. 10ൽ 2 5 ടൈംസ് പോവും, 5ൽ 5 1 ടൈം പോവും. ഓക്കെ, അപ്പോൾ 10ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയോ? ഈ 2ഉം വരുന്നുണ്ട്, അതുപോലെ തന്നെ 5ഉം വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ 10ൽ അവസാനിക്കുന്ന ഏത് നമ്പറിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അറിയോ? ആ രണ്ട് ഫാക്ടേഴ്സ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഓക്കെ, ഏത് രണ്ട് ഫാക്ടർ? 2ഉം 5ഉം അവിടെ എപ്പോഴും ഉണ്ടാവും. നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം, ഒരു 13 ചെയ്ത് നോക്കാം. 30ൽ 2 എത്ര ടൈംസ് പോകും? 15 ടൈംസ്. 15ൽ 3 പോകും അല്ലേ, 3 5 ടൈംസ്. 5ൽ 5 1 ടൈം. അപ്പോൾ ഇതിൽ ആരുണ്ട്? നമ്മുടെ 2ഉം അതുപോലെ തന്നെ 5ഉം എപ്പോഴും ഒരു ഫാക്ടർ ആയിരിക്കും. ഏത്? ഈ 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2ഉം 5ഉം എപ്പോഴും എന്തായിരിക്കും? അവിടെ ഉണ്ടാവും. അതേസമയം 0യിൽ അവസാനിക്കാത്ത നമ്പേഴ്സിന് അങ്ങനെ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മൾ 6നെ എടുക്കാം. 6നെ നമ്മൾ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, 6 നമുക്ക് നല്ല അടിപൊളി കളർ തന്നെ 6നെ ചെയ്ത് നോക്കാം. 6 ചെയ്ത് കഴിഞ്ഞാൽ 6ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 എടുക്കല്ലേ ഫസ്റ്റ്. 6ൽ 2 3 ടൈംസ് പോവും, പിന്നെ 3 എടുത്തു 1 ടൈം. ആരില്ല ഇതിൽ 2 ഉണ്ട്, പക്ഷെ ആരില്ല? 5 ഇല്ല. ഓക്കെ, ഒരു നമ്പർ 0യിൽ അവസാനിക്കണമെങ്കിൽ അതിൻ്റെ സ്ക്വയറോ ക്യൂബോ എന്തോ 0യിൽ അവസാനിക്കണമെങ്കിൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ആരുണ്ടായിരിക്കണം? 2 ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ 5ഉം ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ തന്ന നമ്പർ 6 അല്ലേ, 6ൽ ആരില്ല? 2 ഉണ്ട്, പക്ഷേ 5 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. എന്താണ് ആൻസർ എഴുതുക? ഇഫ് എ നമ്പർ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ഇഫ് എ നമ്പർ എൻഡ് വിത്ത് ഡിജിറ്റ് 0 പിന്നെ എന്താ എഴുതുക? then the prime factorization വായിച്ചോട്ടോ. prime factorization of the number must contain
the number must contain ആര് കണ്ടെയ്ൻ ആയിരിക്കണം അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ മറന്നിട്ടില്ലല്ലോ. the number must contain 2 and 5 as its factors. but നമ്മുടെ നമ്പർ ഉണ്ടല്ലോ, but 6 raised to n is equal to 2 into 3 all raised to n. ഇതിൻ്റെ ഫാക്ടേഴ്സ് ആരാണ്? 2 ഉം 3 ആണ് അല്ലേ. it doesn't contain factor 5. 2 ഉണ്ട് ഇവിടെ കേട്ടോ, പക്ഷെ 5 ഇല്ല. so it never end with the digit 0. മനസ്സിലായില്ലേ? 0. അപ്പോൾ നമ്മൾ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് 0യിൽ അവസാനിക്കണമെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുമ്പോൾ ആര് വേണം? 2 ഉം 5 വേണം. ഇവിടെ 5 ഇല്ല, 2 മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആൻസറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ.